അടിപൊളി ഹോം മെയ്ഡ് ജ്യൂസാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരു കെമിക്കലും ഉപയോഗിക്കാത്ത ഫ്രഷ് ഫ്രൂട്ട്സ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഗ്രേപ്സും പൈനാപ്പിളും ആണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത്. വേണമെന്നുള്ളവർക്ക് ഇതിന്റെ പേജ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോ അദ്ദേഹത്തിന്റെ നാട്ടുകാരാണ് സ്നേഹം പങ്കിട്ടുകൊണ്ട് ഇവിടെ ഉള്ളത്. നാട്ടുകാരെന്നുള്ളവർക്ക് എന്താണ് പറയാനുള്ളത്? ഏറെ കാലത്തെ നേരത്തെ സ്റ്റേജിൽ പറഞ്ഞ മാതിരി ചെറുപ്പത്തിൽ മുതൽ വാർഡ് പഞ്ചായത്ത് സെക്രട്ടറി, മണ്ഡലം പ്രസിഡന്റ്, അങ്ങനെ ബ്ലോക്ക് പ്രസിഡന്റ് എല്ലാ നിലക്കും അതിൻ്റെ ഒക്കെ ഒരു പടിപടിയായിട്ടുള്ള ഒരു ഉയർച്ച, കഠിന പ്രയത്നം തന്നെയാണ് ഈ സ്ഥാനം കിട്ടാൻ കാരണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഒന്നാമത് ഉദാഹരണം, ഏറെ ഒരു ഡയാലിസിസ് സെൻറ്റർ, അതായത് 200-ലധികം, അത് വളരെ പ്രയോജനമായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വളർച്ചയിൽ. ഏറെ കഠിന പ്രയത്നം കൊണ്ട് തന്നെ നേടിയതാണെന്നാണ് അദ്ദേഹത്തിന്റെ സഹോദരൻ നമ്മോടൊപ്പം പ്രതികരിക്കുകയാണ്. അദ്ദേഹം വാർഡ് മുസ്ലിം ലീഗിന്റെ ഭാരവാഹി കൂടിയാണ്. അല്ല, നമ്മൾ കുടുംബത്തിന്റെ സന്തോഷം എന്നതിലപ്പുറം നമ്മുടെ നാടിന്റെയും എല്ലാ അർത്ഥത്തിലുമുള്ളൊരു സന്തോഷമാണ്, സന്തോഷത്തിന്റെ വികാര പ്രകടനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരന് എല്ലാ അഭിവാദ്യങ്ങളും ആശംസകളും നേരുകയാണ്. എളമരത്തുകാരുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നാട്ടുകാർ ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. എളമരത്ത് പ്രഗത്ഭനായ കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള കരീം നമ്മോട് പ്രതികരിക്കുകയാണ്. നമുക്ക് കരീം, നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങളുടെ നാട്ടുകാരൻ ജില്ലയുടെ ഭരണാധികാരിയായി മാറിയിരിക്കുകയാണ്. അല്ല, അല്ലേ, അതുമായി ജബ്ബാറാജിന്റെ ഈ സ്ഥാനലബ്ധിയെ പ്രത്യേകമായിട്ട് പറയാനുള്ളത്, അദ്ദേഹം ഒരിക്കലും കയറി വന്നാൽ ഓരോരോ സ്റ്റെപ്പായിട്ട് ഓരോരോ വാർഡിന്റെ സെക്രട്ടറി മുതൽക്ക് ജില്ലാ പഞ്ചായത്തിന്റെ ഇപ്പോഴത്തെ കിട്ടിയ സ്ഥാനലബ്ധി വരെ സ്റ്റെപ്പായിട്ട് കയറുന്നുണ്ട്. മറ്റൊരാൾക്ക് അവകാശപ്പെടാനില്ലാത്ത ഒരു പ്രത്യേകതയാണ് ജബ്ബാറാജിനൊക്കെ. അതുപോലെ തന്നെ ആരും ഔദാര്യമായിട്ടോ അല്ലെങ്കിൽ സംഭാവനയായിട്ടോ കൊടുത്തതല്ല, അദ്ദേഹത്തിന് സ്ഥിരോത്സാഹമായിട്ടുള്ള അതുപോലെ തന്നെ കഠിനമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുള്ള അർഹതക്കുള്ള ഒരു അംഗീകാരമാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ യാതൊരു സംശയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഏത് രംഗത്തെത്തിയാലും ഞങ്ങളെ നാട്ടിലെത്തുമ്പോൾ ജബ്ബാറാജി കേവലം ഒരു ജബ്ബാറായിട്ട് മാറി നാട്ടിലെ ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു സൗഹൃദ ബന്ധവും അതുപോലെ തന്നെ നാടുമായിട്ടുള്ള ബന്ധങ്ങളും ഇന്നും നിലനിർത്തിപ്പോയതിന് ഒരു അമാനുഷികനായി തന്നെ അദ്ദേഹത്തിന് കാണാൻ പറ്റും. അവിടുത്തെ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള ബഷീർ സാഹിബ് ഒരുപാട് വികസനങ്ങളെ നാട്ടിലേക്ക് എത്തിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ ജബ്ബാറാജിയുടെ ഈ ഒരു പ്രസിഡന്റ് സ്ഥാനം ആ നാടിന്റെ ഒരു വികസനത്തിന് കൂടി കാരണമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? നാടിന്റെ വികസനം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് ആദ്യത്തെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ച തുടക്കകാലത്ത് തന്നെ നാടിന്റെ വികസനമായിട്ട് എപ്പോഴും ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ജബ്ബാറാജി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാർഡ് സെക്രട്ടറി മുതൽക്ക് പഞ്ചായത്ത് സെക്രട്ടറി, നിയോജക മണ്ഡലം പ്രസിഡന്റ്, അങ്ങനെ തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ ജില്ലയിലെ ലീഗിന്റെ പ്രവർത്തന സമിതി അംഗം, സംസ്ഥാന പ്രവർത്തക സമിതി അംഗം, അങ്ങനെ അവസാനമായിട്ട് അദ്ദേഹത്തെ അർഹതപ്പെട്ടിട്ട് ഇത് നമുക്കുള്ള വിശ്വാസം എന്താ വെച്ചാൽ, CH മുഹമ്മദ് കോയ പഴയ കാലത്ത് ഒരു പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരുപക്ഷെ ലീഗിന്റെ മന്ത്രിമാര് അവര് കഴിവ് കെട്ടവരാണെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം, പക്ഷെ ഒരിക്കലും ഒരു അഴിമതിക്കാരാണെന്ന് മന്ത്രിമാരെ പരിപാടി. അതേപോലെ തന്നെ ജബ്ബാറാജിയെ സംബന്ധിച്ചിടത്തോളം ആ ഡയാലിസിന്റെ കോടാനുകോടി ഉറുപ്പികയുടെ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ഒരു പൈസന്റെ അഴിമതി പോലും ഇക്കാലം വരെ നടത്താത്ത അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ പഞ്ചായത്ത് അഴിമതി രഹിതമായിട്ടുള്ള ഒരു ജില്ലാ പഞ്ചായത്തായിട്ട് അദ്ദേഹത്തെ 5 വർഷം കൊണ്ടുപോകാൻ കഴിയുന്ന കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സഹപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. താങ്കളൊരു ഭിന്നശേഷി രക്ഷിതാവ് കൂടിയാണ്, പരിവാറിന്റെ സംസ്ഥാന തലത്തിലൊരു നേതാവ് കൂടിയാണ്. ആ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടിലേക്കൊക്കെ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമോ? ജബ്ബാറാജിയെ സംബന്ധിച്ചിടത്തോളം ഈ ഭിന്നശേഷി രംഗത്ത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയാണ് അദ്ദേഹം. നമ്മുടെ കേരളത്തിലെ ഇന്ത്യ രാജ്യത്ത് തന്നെ ഇതുവരെ നമ്മൾ സ്വപ്നത്തിൽ പോലും ഇല്ലാത്ത സ്റ്റെപ്സ് എന്ന് പറഞ്ഞ പദ്ധതിക്ക് തുടക്കം കുറിച്ച അദ്ദേഹമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു വലിയ സംവിധാനമാണ് സ്റ്റെപ്സ്.
ഭിന്നശേഷിക്കാരായിട്ട് ബന്ധപ്പെട്ടുള്ള ഏത് കാര്യങ്ങൾക്കും അദ്ദേഹം ഏത് ഇലക്ഷനെ വരുന്ന സമയത്തും നോമിനേഷൻ കൊടുക്കാൻ പോണ സമയത്തൊക്കെ ഏതെങ്കിലും ഭിന്നശേഷിക്കാരനെ സമീപിച്ച് അവരുടെ അനുഗ്രഹത്തോടു കൂടി മാത്രമാണ് അദ്ദേഹം പോന്നിട്ടുള്ളത്. അവരുടെ ജ്യേഷ്ഠന്റെ മകൾ അടുത്തതായി നമ്മോട് പ്രതികരിക്കുകയാണ്. അത്രമാത്രം സന്തോഷമുണ്ട് ഈ ഒരു സ്ഥാനലബ്ധിയിൽ. ഞങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ നല്ല ഭരണം കാഴ്ചവെക്കുന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പാണ്. ചപ്പക്കാരിലുള്ള എല്ലാ കഴിവുണ്ട്, ധൈര്യശാലിയാണ്, നല്ല സ്നേഹമുള്ള ആളാണ്. എല്ലാം കാഴ്ചവെക്കുന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. എല്ലാവിധ കഴിവുകളുമുള്ള നേതാവ് തന്നെയാണ്, അർഹമായത് തന്നെയാണ് ലഭ്യമായത് എന്നാണ് എല്ലാവരും ഇവിടെ സൂചിപ്പിക്കുന്നത്. ജബ്ബാർ ഹാജിയുടെ ഭാര്യയടക്കം ഫാമിലി അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. കുടുംബാംഗങ്ങളോടൊത്ത് സന്തോഷം പങ്കിടുകയാണ്. മരുമകളാണ് ഇപ്പോ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബത്തെ കൂടി ഈ ലൈവിൽ നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. ജബ്ബാർ ഹാജിയുടെ സഹോദരന്മാരാണ് ഇപ്പോൾ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്നത്. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.